വൈകാരികതയാണ്. നമ്മുടെ കേവല സംശയങ്ങളിൽ ഊന്നി തുടങ്ങുകയും പിന്നീട് അത് ഈ ഗണിതത്തിൻ്റെ എത്തിച്ചേർന്ന ഒരു ഭൂരിപക്ഷം ആ മേഖലയുമായി ബന്ധപ്പെട്ടവരാണ്. വ്യക്തിപരമായിട്ട് ഞാനതുമായിട്ട് കുട്ടികളെ വായിപ്പിക്കുന്ന കാര്യത്തിൽ, കുട്ടികളെ കൊണ്ട് അത് അവതരിപ്പിക്കുന്ന കാര്യത്തിൽ അത് അദ്ദേഹം ഹൈസ്കൂൾ അധ്യാപകനായിരിക്കും, ഹയർ സെക്കൻഡറി കുട്ടികളെ പോലും സാധാരണ അങ്ങനെ വരാറില്ല, ഇങ്ങനെ മാറ്റി നിർത്തപ്പെടും. അവിടുത്തെ കാര്യം ഹയർ സെക്കൻഡറിക്കാർ നോക്കട്ടെ എന്ന് ഹൈസ്കൂൾക്കാർ പലപ്പോഴും കരുതും. തിരിച്ചും പക്ഷെ അദ്ദേഹം അങ്ങനെയല്ല, അവിടുത്തെ കുട്ടികളെ പോലും കണ്ടെത്തിയിട്ട് കേരളം ആകെ അറിയപ്പെടുന്ന ഒരു അധ്യാപകനാണ് നമ്മുടെ സി മോഹൻ മാഷ്. ഗണിതശാസ്ത്ര മേഖലയിലെ ഒരു സ്വാഗത പുസ്തകത്തെ അതേ നിലയാണ് എനിക്കുള്ളത്. ഞാൻ ഗണിതശാസ്ത്ര മേഖലയിൽ അങ്ങനെ കാര്യമായി പഠിച്ച ആളല്ല. നേരിയ പഠിച്ചെന്ന് വെച്ചാൽ അതും ഇല്ല എന്നാണ് പറയുന്നത്. ഹൈസ്കൂൾ പഠിക്കുന്ന കാലത്തൊക്കെ 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും നമുക്ക് ഗണിതശാസ്ത്രത്തിന് അധ്യാപകരെ കഴിഞ്ഞില്ല. 10ാം ക്ലാസ്സിലാണ് അധ്യാപകരുണ്ട്. ആ കാലത്തൊക്കെ ഇന്നിപ്പോൾ 8ാം ക്ലാസ്സിൽ കണക്കിന് മാർക്കില്ലാന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? 9ാം ക്ലാസ്സിൽ അവസാന ഭാഗത്താണ് കുറച്ച് ഒരു അധ്യാപകന് സേവനം കിട്ടിയത്. കുഞ്ഞു നമ്പ്യാരുടെ ഓട്ടത്തുള്ളിൽ അദ്ദേഹം സ്വീകരിച്ച വൃത്തങ്ങളുണ്ട്, വൃത്തത്തിന് കണക്കുണ്ട്, അത് കൃത്യമാണ് കണക്ക്. അപ്പോൾ പൈമാഹാത്മ്യ ഓട്ടത്തുള്ളിൽ എഴുതുമ്പോൾ അത് ആദ്യത്തെ ഒരു രചനയാണെന്ന് എനിക്കറിയില്ല. എന്തായാലും മാഷ സംബന്ധിച്ചിടത്തോളം നമ്മൾ അറിഞ്ഞ ആദ്യത്തെ രചനതായിരുന്നു. ഗ്രാമീണമായ കുറേ അറിവുകൾ തന്നെ ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. എങ്കിലും വളരെയേറെ കാലത്തെ പരിചയം എനിക്ക് അദ്ദേഹവുമായിട്ടുണ്ട്. ഗണിത അധ്യാപകൻ എന്ന രീതിയിലാണ് ആ പരിചയം. അതുപോലെ റിട്ടയർമെന്റിന് ശേഷം 0 to 9 അധ്യാപക ഗ്രൂപ്പിൽ അത് സ്ഥാപിക്കുന്നതിൽ, അത് നിലനിർത്തുന്നതിൽ, അത് നടത്തിക്കൊണ്ടു പോകുന്നതിലൊക്കെ മോഹൻ മാഷ് കാണിക്കുന്ന ജാഗ്രത അത് പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. അതുപോലെ ഗണിതശാസ്ത്ര രംഗത്ത് അദ്ദേഹം ചെയ്തിരിക്കുന്ന സംഭാവനകൾ ഞാൻ പ്രത്യേകം ഇവിടെ സൂചിപ്പിക്കേണ്ടതില്ല. കുഞ്ഞുമംഗലം ഹൈസ്കൂളിൽ ഓരോ മണ്ഡലിക്കും അദ്ദേഹത്തിന്റെ സേവനം എങ്ങനെയാണെന്ന് പറയാൻ സാധിക്കും, എന്നേക്കാളൊക്കെ ഉപരിയായി. ഗണിതശാസ്ത്ര രംഗത്ത് മലയാളത്തിൽ വളരെ അപൂർവമായി മാത്രമാണ് പ്രൗഢഗംഭീരമായ, ആശയഗംഭീരമായ ഒരു കനത്ത പുസ്തകം, വളരെ ദുർലഭം എന്ന് തന്നെ പറയാം. ഒരുപാട് പുസ്തകങ്ങൾ മലയാളത്തിൽ ലഭിക്കും, പക്ഷേ അതിനൊന്നും അതിൻ്റെ ഉള്ളടക്കത്തിൻ്റെ ഗാംഭീര്യം കൊണ്ടോ അല്ല വായനയുടെ സൗകുമാര്യം കൊണ്ടോ ആ പുസ്തകങ്ങളൊന്നും തന്നെ അത്ര ശോഭിച്ചിരുന്നില്ല. ആ രംഗത്താണ്, ആ മേഖലയിലാണ് മോഹൻ മാസ്റ്ററുടെ ഒന്നാമത്തെ പുസ്തകം വൃത്തവും വരയും ജ്യാമിതിയിൽ എന്ന പുസ്തകം. വളരെ പ്രൗഢഗംഭീരമായ ആശയങ്ങളടങ്ങിയ ഗണിതശാസ്ത്ര അധ്യാപകരുടെ കൂട്ടായ്മയാണ്. എങ്കിലും ഗണിതത്തിലുള്ള താല്പര്യം, അതുപോലെ വ്യക്തിപരമായ ബന്ധമൊക്കെ കൊണ്ടാകാം അദ്ദേഹം ഈ ഓരോ അധ്യായവും എഴുതി കഴിയുമ്പോൾ, എഴുതുക എന്ന് പറയുമ്പോൾ കൈയെഴുത്തല്ല, അദ്ദേഹത്തിന് മറ്റൊരു രംഗത്ത് കൂടി പ്രാഗൽഭ്യമുണ്ട്. മാഷൊക്കെ ഞങ്ങളുടെ കൂടെ എത്തുന്നു. ഹരീന്ദ്രൻ പലപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നൊരു പേരായിരുന്നു. പിന്നീട് ഈ ഇവിടെ ഇരിക്കുന്ന പലരും ഓരോരാളുടെ പേരും എനിക്ക് ഏതാണ്ട് എടുത്ത് പറയാൻ വേണ്ടി പറ്റും. ഗണിതത്തെ വല്ലാതെ സ്നേഹിക്കുകയും ഗണിതത്തെ മാത്രം സ്നേഹിക്കുകയും ചെയ്ത ആളുകളൊക്കെ നമ്മുടെ കൂട്ടത്തിലുണ്ട്, ഇപ്പോഴുണ്ട്. 0 to 9 ഗണിതത്തിന് അപ്പുറമുള്ള ഒരു പുസ്തകം വായിക്കാത്തവർ, അവരുടെ ലോകം ഗണിതത്തിൽ മാത്രമാണ്. പക്ഷെ അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തനായ ഒരു ജനകീയ പ്രവർത്തകനാണ്. അത് കുഞ്ഞുമംഗലത്തെ മണ്ണിൻ്റെ ഒരു ഗുണമാണ്. കുഞ്ഞുമംഗലത്തെ മണ്ണിനെ കുറിച്ച്, ഇവിടെ ഉഴുതുപറിച്ചിടപ്പെട്ട സാംസ്കാരിക പ്രവർത്തനങ്ങളെ കുറിച്ച് ഒരു 5 മണിക്കൂർ വേണമെങ്കിൽ പോലും എനിക്ക് സംസാരിക്കാൻ വേണ്ടി പറ്റും. ഒരുപാട് ആളുകൾ വെച്ച് നന്നായി വായിക്കുകയും ലൈബ്രറി നന്നായി കൊണ്ടുപോവുകയും ചെയ്യുന്ന ഒരു ഗണിതശാസ്ത്ര പ്രവർത്തകനായിട്ടാണ് മോഹൻ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായി മാറുന്നത്. പിന്നീട് വിഷയത്തിൻ്റെ മേലെ ഇതുവരെ എല്ലാ ചർച്ചകളും നടക്കുമ്പോൾ പോലും അതിൻ്റെ പോസിറ്റീവ്നെസ് മാത്രം എപ്പോഴും സംസാരിച്ചിരുന്ന ഒരാളാണ്. ഇതിൻ്റെ ഇടയിൽ പറയേണ്ട ഒരു വലിയൊരു തമാശയാണ്. നമ്മുടെ
വിദ്യാഭ്യാസ പരിഷ്കരണം പലപ്പോഴും നടക്കും. ഒരു പരിഷ്കരണ സമയത്ത് കേരളത്തിൽ വളരെ പ്രശസ്തനായ ഒരാൾ പറഞ്ഞത്, നിങ്ങൾ കണക്ക് പഠിപ്പിക്കുന്നത് മുഴുവൻ തെറ്റാണ്, അതുകൊണ്ടാണ് കുട്ടികളൊന്നും കണക്കിലേക്ക് വല്ലാതെ ആകർഷിക്കാത്തത്. അദ്ദേഹത്തെ ആരെ പഠിപ്പിച്ചതെന്ന് തിരിച്ചു ചോദിച്ച ഒരാളാണ് ഞാൻ. നിങ്ങളെ ആരെ പഠിപ്പിച്ചതെന്ന് അറിയില്ല. ഞങ്ങൾക്ക് പഠിപ്പിക്കുന്ന കണക്കിൻ്റെ കുട്ടികൾ, അവർക്ക് കണക്ക് ഇഷ്ടമില്ലാത്തൊരു വിഷയമല്ല, കണക്ക് വളരെ ഇഷ്ടമുള്ളൊരു വിഷയമാണ്. മാത്രമല്ല കണക്കിലൂടെ മാത്രം ലോകത്തെ കാണാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരാളാണ്. നേരത്തെ കണ്ണമാഷ പറഞ്ഞല്ലോ, വെറുതെ അല്ല, ഒരു തെയ്യത്തിൻ്റെ ചമയം നടത്തുമ്പോൾ ഇടത്ത് വലത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. സംഗീതം, കഴിഞ്ഞ ദിവസം കൂടി കൈതപ്പുറം കണ്ണൂരിൽ വന്നപ്പോൾ മുഖ്യമന്ത്രിയുടെ സദസ്സിൽ അദ്ദേഹം പറഞ്ഞു വെച്ചാൽ തന്നെ സംഗീതത്തിലെ കണക്കുകളെ കുറിച്ച്. അങ്ങനെ നമ്മുടെ ഘടനാപരമായി നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പാരമ്പര്യത്തിന്റെ വലിയൊരു റിസോഴ്സ് ഉണ്ട്. മോഹൻ്റെ ആദ്യത്തെ പുസ്തകത്തിൽ ഒരു 80% ജാമിതീയ നിർമ്മിതികളെ കുറിച്ചുള്ള അവന്റെ എല്ലാ കണ്ടുപിടുത്തങ്ങളും മുഴുവൻ വരുന്നത് നമ്മുടെ നാട്ടിലെ കോൽക്കാരൻ ആശാരി മുതൽ കൽപ്പണിക്കാരൻ മുതൽ മുഴുവൻ അതിനകത്ത് കാണാം. കിണറുപിടിക്കുന്ന കണ്ണേട്ടനെ അദ്ദേഹത്തെ തന്നെ ഇത് പ്രകാശനം ചെയ്യാൻ കിട്ടിയത് വളരെ സന്തോഷമുണ്ട്. അതോടൊപ്പം തന്നെ അത് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി അതുപോലെ പ്രാധാന്യമുള്ള കേരള സംസ്ഥാനത്ത് ഗണിതശാസ്ത്ര രംഗത്ത് സജീവമായിട്ടുള്ള ആരെങ്കിലും കണ്ടെത്തണമെന്ന് ഞാൻ മോഹൻ മാഷോട് ആവശ്യപ്പെട്ടതായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് ആ അഭിപ്രായത്തോട് യോജിപ്പുണ്ടായിരുന്നു. യോജിപ്പില്ലാത്ത ഒരു അഭിപ്രായവും മോഹൻ മാഷെ അടിച്ചേൽപ്പിക്കാൻ കഴിയില്ല എന്നുള്ളത് മോഹൻ മാഷെ അറിയുന്ന എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണ് ഇത് ഏറ്റുവാങ്ങാൻ ഞാനിവിടെ നിയോഗിതനായത്. അദ്ദേഹത്തോടൊപ്പം കുറച്ച് വർഷങ്ങൾ ഗണിതശാസ്ത്ര അധ്യാപകനായി ഈ സ്കൂളിൽ ജോലി ചെയ്തു എന്നതാണ് എൻ്റെ ഒരു ഏറ്റുവാങ്ങാനുള്ള ഒരു അടിസ്ഥാന യോഗ്യത. തീർച്ചയായും അതൊരു എന്നോടുള്ളൊരു ആദരവായി ഞാൻ കണക്കാക്കുന്നു. അതിന് മോഹൻ മാഷെ, ഞാൻ ഇവിടെ ജോലി ചെയ്യുമ്പോൾ തന്നെ എന്നോടൊപ്പം ജോലി ചെയ്തിരുന്ന മോഹൻ മാഷയുടെ ഗണിതശാസ്ത്രത്തിലുള്ള ഡെഡിക്കേഷൻ ഞാൻ നേരിട്ട് മനസ്സിലാക്കിയതാണ്. ക്ലാസ് റൂമിലുള്ള അധ്യാപന രംഗത്തെ കൂടിയല്ല അദ്ദേഹത്തെ ഞാൻ മനസ്സിലാക്കിയത്. പലപ്പോഴും ഗണിതശാസ്ത്ര മേളകളിൽ കുട്ടികളെ തയ്യാറാക്കുമ്പോൾ ഉള്ള അദ്ദേഹത്തിൻ്റെ ഗണിതശാസ്ത്രത്തിൻ്റെ കാഴ്ചപ്പാട് തന്നെ വളരെ ബ്രോഡായിരുന്നു, വളരെ വിശാലമായിരുന്നു. അദ്ദേഹം സാധാരണ നമ്മുടെ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്ന അധ്യായങ്ങളൊന്നും അല്ല അദ്ദേഹത്തിൻ്റെ വിഷയങ്ങൾ. അദ്ദേഹത്തിന് മുമ്പിലേക്ക് വരുന്നത് മാത്തമാറ്റിക്സ് ഈസ് എ സ്റ്റഡി ഓഫ് നമ്പേഴ്സ്, മാത്തമാറ്റിക്സ് സ്റ്റഡി ഓഫ് ഷേപ്സ്. കൂടുതൽ വന്നാൽ അദ്ദേഹം പറയും മാത്തമാറ്റിക്സ് സ്റ്റഡീസ് ഓഫ് മെഷർമെൻറ്റ്സ് ആൻഡ് ടൈമിങ്സ്. ഇത് ഇങ്ങനെയാണ് അദ്ദേഹം ഗണിതശാസ്ത്രത്തെ വിലയിരുത്തിയത്. ആ വലിയൊരു അർത്ഥത്തിലാണ് അദ്ദേഹം ഗണിതശാസ്ത്രത്തെ വിലയിരുത്തിയിരുന്നത്. ആ അടിസ്ഥാനത്തിലാണ് കുട്ടികളെയൊക്കെ തന്നെ ഗണിതശാസ്ത്ര മേളയ്ക്ക് വേണ്ടി ഒരുക്കിയിരുന്നത്. ആ കാലഘട്ടങ്ങളിൽ തന്നെ അദ്ദേഹം ഈ സീക്വൻസിനെ കുറിച്ചും സീരീസിനെ കുറിച്ചും നമ്പർ സീരീസിനെ കുറിച്ചും അങ്ങനെ പറഞ്ഞു സ്റ്റഡി ഓഫ്. കണക്കില്ലാതെ ചിത്രം വരയ്ക്കാൻ കഴിയില്ല എന്ന് നല്ല ബോധ്യമുള്ള ആളുകളാണ് അവരൊക്കെ. എൻ്റെ ലൈബ്രറിയിൽ ഭരതനാട്യം പഠിപ്പിക്കാൻ ഒരു മാഷ് വരുന്നുണ്ട്. 10-15-17 വർഷമായിട്ട് ആ മാഷ് അവിടെ പഠിപ്പിക്കുന്നുണ്ട്. അദ്ദേഹം താളം പറഞ്ഞു കൊടുക്കുമ്പോൾ ഞാൻ പലപ്പോഴും അദ്ദേഹത്തിന് സമീപത്തിരിക്കുന്ന ഒരാളാണ്. ഞാൻ ചോദിക്കുന്നത് ഇതെന്തെങ്കിലും ഗണിതമുണ്ടോ? അന്നേരം അദ്ദേഹം പറയുന്നത് എനിക്ക് കണക്കൊന്നുമില്ല, പെരക്ക് കണക്കൊന്നും അറിയുന്ന മതി. പക്ഷെ അയാൾ പഠിപ്പിക്കുമ്പോൾ അവസാനം വരെ പറഞ്ഞു കൊടുക്കുന്നത് ഗണിത ഒരു തരത്തിലും അതില്ല എന്നേ ഞാൻ പറയും. അതിൻ്റെ ഒരു കാരണം നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം വിനുമാഷ് ചിത്രകലാരംഗത്ത് അതിവിദഗ്ധരാണ്. ചിത്രകലയുടെ ഒരു കൂട്ടായ്മയും കുഞ്ഞുമംഗലം ഗ്രാമപഞ്ചായത്തിൽ ചിത്രകലയുമായി ബന്ധപ്പെട്ടുകൊണ്ടും ആ നിലയിൽ ബിജു ഉൾപ്പെടെയുള്ളവർ വെക്കുന്ന ഒരുപാട് പ്രൊജക്റ്റുകൾ തന്നെയാണ്. കുഞ്ഞുമംഗലത്ത് ഒരു വ്യവസായ ശൃംഖല ആ സ്ഥലം ഒഴിവുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രവർത്തകർ സർഗമംഗല കുഞ്ഞുമംഗലത്തിലൊക്കെ ഒന്ന് പറയുകയാണ്, അത് വിട്ടുതരികയാണെങ്കിൽ എന്തെങ്കിലും സാധ്യത ഉപയോഗിച്ച് വിട്ടുതരികയാണെങ്കിൽ കുഞ്ഞുമംഗലത്ത് നമുക്ക് ഇങ്ങനെ ഒരു പ്രൊജക്റ്റ് വെക്കാൻ വേണ്ടി പറ്റുമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ശില്പികളുടെ ഗ്രാമം എന്ന നിലയിൽ കുഞ്ഞുമംഗലം ഗ്രാമപഞ്ചായത്ത് ലോകത്താൽ അറിയപ്പെടുന്നതാണ്. ഇപ്പോൾ സാഹിത്യ കൂട്ടായ്മയുടെയും ഒരുപാട് കാര്യങ്ങൾ സാഹിത്യവുമായി ബന്ധപ്പെട്ട ക്ലബ്ബുകൾ മറ്റുമുണ്ട്. എന്നാൽ
ഗണിതശാസ്ത്രത്തിലെ അല്ലെങ്കിൽ ഒരു മാത്തമാറ്റിക്കൽ മജീഷ്യനായ മോനമാറ്റപ്പെട്ട ആളുകളുടെ നാട്ടിലുണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഈ മേഖലയിലെ കഴിവ് എൻ്റെ നാട്, നമ്മുടെ നാട് ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിച്ച് നോക്കിയാൽ അത് വേണ്ടത്ര പരിഗണിച്ചിട്ടില്ല, വേണ്ടത്ര ഉപയോഗിച്ചിട്ടില്ല എന്ന് പറയുന്നത് കാണാൻ വേണ്ടി പറ്റുകയുള്ളൂ. ആ നിലയിലേക്ക് കൂടി ചെയ്യുന്നതിനപ്പുറത്ത് ഗണിതത്തെക്കുറിച്ച് നമ്മൾ പൊതുവെ അധികം സംസാരിക്കാറില്ല. എന്തിനധികം പറയും, നമ്മുടെ കോഴ്സുകളിൽ പോലും ചിലപ്പോൾ അധികം അങ്ങനെ സംസാരിക്കാൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ അവസരം കിട്ടാറില്ല. എല്ലാം പരീക്ഷാ കേന്ദ്രിതമായി ഈ ചർച്ചകളെല്ലാം തുടങ്ങിയാലും പരീക്ഷാ കേന്ദ്രിതമായി അത് അവസാനിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഈ ഗണിതത്തിലെ ക്ലാസ് റൂം പഠനത്തിനപ്പുറത്ത് ക്ലാസ് റൂമിൽ ഒരുപക്ഷെ സൂചിപ്പിച്ചു പോകുന്ന പല കാര്യങ്ങളും വിശദമായ പരിശോധനക്കും ചർച്ചക്കും പഠനത്തിനും വിധേയമാക്കിയാൽ ഗണിതത്തിലെ രസകരമായ ഒരു ലോകത്തേക്കാണ് നമ്മൾ എത്തിച്ചേരുക, പ്രത്യേകിച്ച് സംഖ്യകളുടെ ഒരു ലോകം. അപ്പോൾ ആ സംഖ്യകളുടെ ഒരു ലോകത്തേക്ക് കടക്കാനുള്ള ഒരു ചെറിയ ശ്രമം എന്ന രീതിയിലാണ് ഈ പുസ്തകങ്ങൾ തയ്യാറാക്കിയത്. അപ്പോൾ ഈ പുസ്തകത്തെ ഏതെങ്കിലും ഒരു ക്ലാസ് റൂമിലേക്ക് പ്രയോജനപ്പെടുന്ന ഒരു പുസ്തകമായി പ്രത്യേകിച്ച് ഗണിതശാസ്ത്ര സുഹൃത്തുക്കൾ കണക്കാക്കാതെ ഈ ഒരു മേഖലയിൽ കുട്ടികൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, ക്ലാസ് റൂം പഠനത്തിനപ്പുറത്ത് സംഖ്യകളെക്കുറിച്ച് പഠിക്കാൻ കുട്ടികൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, അല്ല അങ്ങനെയുള്ള കുട്ടികളെ അവർക്ക് വേണ്ടത്ര പ്രോത്സാഹനം നൽകാൻ, പിന്തുണ നൽകാൻ, പരിശീലനം നൽകാൻ അധ്യാപകർക്ക് സഹായകരമാകുമെങ്കിൽ ഈ പുസ്തകം രചിച്ചതിൽ ഞാൻ സംതൃപ്തനാണ്. അപ്പം ഇത് ഒരുപക്ഷെ വിദ്യാർത്ഥികൾക്ക് പ്രയോജനപ്പെടാം, അധ്യാപകർക്ക് പ്രയോജനപ്പെടാം. ഈ രണ്ട് മേഖലയിൽ ഇല്ലാത്ത ഗണിത അല്പരായ എത്രയോ പേർക്ക് പ്രയോജനപ്പെടാം. എൻ്റെ ഒരു സുഹൃത്തുണ്ട് ഇവിടെ കാലിക്കട വെള്ളച്ചാൽ, ഒരു അശോകൻ, ഇന്നിവിടെ വരാൻ ക്ഷണിച്ചാണ് വന്നിട്ടുണ്ടെന്ന് അറിയില്ല. അദ്ദേഹം അധ്യാപകനല്ല, പക്ഷെ ഗണിതശാസ്ത്ര സംഖ്യകളുടെ ലോകത്ത് വളരെയധികം തൽപരനായ ഈ അശോകൻ പലപ്പോഴും ഈ കുട്ടികളെ ഗണിതശാസ്ത്ര മേളകളിൽ പങ്കെടുപ്പിക്കുന്നതിന് വളരെ പ്രയത്നം ചെയ്ത, വളരെ വിജയിച്ച ഒരു കക്ഷിയാണ്, ഒരാളാണ്. അപ്പം അങ്ങനെയുള്ള ആളുകൾ നമ്മുടെ ഈ അധ്യാപകരല്ലാതെയും ഉണ്ടാകും. അപ്പോൾ അവർക്കൊക്കെ പ്രയോജനപ്പെടുമെന്ന് ഞാൻ ഈ കാര്യത്തിൽ സംതൃപ്തനാണ്. ഒരുപക്ഷെ ഇങ്ങനെയൊരു പുസ്തകം എഴുതാൻ തന്നെ എനിക്ക് ധൈര്യം നൽകിയത്, അതിൽ ഞാൻ ഏറ്റവും കടപ്പെട്ടിരിക്കുന്ന 2-3 കാര്യങ്ങളാണ്. ഒന്ന്, നമ്മൾ വിട്ടുപോയ നമ്മുടെയൊക്കെ അധ്യാപക പരിശീലനത്തിൽ ഒരു കാലത്ത് വളരെ സജീവമായി ഉണ്ടായിരുന്ന ഗണിതശാസ്ത്ര പാഠപുസ്തകം തയ്യാറാക്കുന്ന സമയത്ത് വർഷങ്ങളോളം പാഠപുസ്തക സമിതിയിൽ അംഗമായിരുന്ന ഒരു അധ്യാപകൻ ഉണ്ടായിരുന്നു, കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ. നടുവിൽ സ്വദേശിയാണ്, നടുവിൽ ഹൈസ്കൂൾ അധ്യാപകനായിരുന്നു. അദ്ദേഹം 63-ാം വയസ്സിൽ നമ്മളെ വിട്ടുപോയി, ആകസ്മികമായി നമ്മളെ വിട്ടുപോയി. അത് വലിയ നഷ്ടമായിരുന്നു. ഈ കുഞ്ഞികൃഷ്ണ മാഷിന് നമ്മൾ ഗണിതശാസ്ത്ര അധ്യാപകരെ വെറും ക്ലാസ് റൂമിലെ അധ്യാപകരല്ലാതെ നിങ്ങൾ മറ്റ് മേഖലകളിലേക്ക് കൂടി സഞ്ചരിക്കണം എന്ന് പ്രചോദിപ്പിച്ചുകൊണ്ടിരുന്ന ഒരാളായിരുന്നു. ചിലപ്പോൾ രാവിലെ 6 മണിക്കും 7 മണിക്കും വീട്ടിലേക്ക് ഒരു ഫോൺ വരുന്നതെങ്കിൽ മിക്കവാറും കുഞ്ഞികൃഷ്ണ മാഷായിരുന്നു. മാഷ് രാവിലെ 3 മണിക്ക് എഴുന്നേൽക്കും. എന്നിട്ട് ഈ സംഗീതമായ ലോകത്ത് സഞ്ചരിക്കുകയാണ് മാഷ പതിവ്. അതേ കണ്ടെത്തിയ എന്തെങ്കിലും അപൂർവമായ പ്രത്യേകതകളുണ്ടെങ്കിൽ, പസിലുണ്ടെങ്കിൽ, പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് വിളിച്ച് ഈ 6 മണിക്ക് 7 മണി, ഞാൻ 6 മണിക്ക് ശേഷം എണീക്കുന്ന മാഷക്കറിയാം, അതുകൊണ്ട് 6 മണിക്ക് 7 മണിക്കിടയിൽ വിളിച്ചു പറയും. എന്നോട് മാത്രമല്ല, ഇതുപോലെ നമ്മുടെ സുഹൃത്തുക്കളായ പലരെയും മാഷ് വിളിച്ചു പറയും. അപ്പം അത് നമുക്ക് വലിയ പ്രചോദനം. അതിൻ്റെ ഉത്തരം കണ്ടെത്തുക, അതിൻ്റെ ആ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തുക, അതിൻ്റെ മറ്റ് മേഖലകൾ കണ്ടെത്തുക എന്ന് നമുക്കൊരു വെല്ലുവിളിയാണ്. അപ്പം അങ്ങനെ ഒരു ലോകത്തേക്ക് സഞ്ചരിക്കാൻ മാഷ് ഇടയാക്കിയത് എനിക്ക് വലിയ ഗുണം ചെയ്തു. അപ്പം നമ്മൾ വിട്ടുപോയ മാഷെ ഞാൻ ഈ അവസരത്തിൽ അനുസ്മരിക്കുകയാണ്. മറ്റൊന്ന്, നേരത്തെ ഇവിടെ സൂചിപ്പിച്ചത് നമ്മുടെ പുതിയ പാഠ്യപദ്ധതി സമീപനമാണ്. പണ്ട് കാലത്ത് ഞാനൊക്കെ അധ്യാപനം തുടങ്ങിയിരുന്ന ആദ്യകാലത്ത് സൂത്രവാക്യങ്ങൾ പഠിപ്പിക്കുക, അതിനനുസരിച്ചുള്ള കണക്കുകൾ ചെയ്യിപ്പിക്കുക എന്നതിനപ്പുറത്ത് ഓരോ ചോദ്യത്തിനും ഓരോ പ്രശ്നത്തിനും വ്യത്യസ്ത രീതിയിൽ ഉത്തരം കണ്ടെത്താൻ കുട്ടികളെ പര്യാപ്തമാകുന്ന തരത്തിലുള്ള പുതിയ സമീപനം വന്നപ്പോൾ നമ്മളും ആ വഴിക്ക് ചിന്തിക്കാൻ തുടങ്ങി. അല്ലെങ്കിൽ വെറും സൂത്രവാക്യം പഠിപ്പിക്കുക, കണക്ക് ചെയ്യുക, അതിനപ്പുറത്ത് നമ്മൾ പോകാറില്ല. ഇങ്ങനൊരു സാധ്യത വന്നപ്പോൾ നമ്മൾ അതിനപ്പുറം ചിന്തിക്കാൻ. പിന്നെ ഒന്ന് ഗണിതശാസ്ത്ര മേളയാണ്. ഇപ്പം മേളയിൽ കുഞ്ഞുമംഗലം ഹൈസ്കൂളിൽ മേളയിൽ പങ്കെടുക്കാൻ വേണ്ടി അന്ന് ഇവിടെ ഹെഡ് മിസ്റ്റർ ആയിട്ടുണ്ടായിരുന്ന ഒരു രാജലക്ഷ്മി ടീച്ചർ നമ്മൾ നിർബന്ധിച്ചപ്പോൾ തുടങ്ങിയതാണ്. അന്ന് ബാബുരാജ് മാഷാണ് ഇവിടുത്തെ ഗണിതശാസ്ത്ര ക്ലബിൻ്റെ കൺവീനർ, കുട്ടികളെ ക്ലബിൻ്റെ കൺവീനറായിരുന്നു. അപ്പോൾ മാഷയുടെ നിർബന്ധവും പിന്നെ ഈ ഗണിതശാസ്ത്ര മേളയിൽ നമുക്ക് പുതിയ പുതിയ
കുട്ടികളെ കണ്ടെത്തി അവർക്ക് പുതിയ പുതിയ ഇനങ്ങൾ അവതരിപ്പിക്കാൻ